ഹായ് ഗായ്സ്, വെൽക്കം ടു മിസ്റ്റിക് മൂവീസ്. അപ്പോൾ ഇന്ന് ഒരു മൂവിയുടെ പ്ലോട്ട് പ്ലസ് സ്റ്റോറി റിവ്യൂ എല്ലാം കൂടെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ നാരായണീൻ്റെ മൂന്നാൺമക്കൾ എന്ന മൂവിയുടെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. ചിത്രം 2025 റിലീസായ മലയാളം ഡ്രാമ ഫിലിമാണ്. എഴുതിയേക്കുന്നതും ഡയറക്റ്റ് ചെയ്തേക്കുന്നതും എല്ലാം ശരൺ വേണുഗോപാലാണ്. ചിത്രത്തിൽ അഭിനയിച്ചേക്കുന്നത് ജോജു ജോർജ്, സുരാജ് വെഞ്ഞാറമൂട്, അലൻസിയർ അങ്ങനെ തുടങ്ങിയ വൻ താരനിര തന്നെ ഈ ചിത്രത്തിലുണ്ട്. അപ്പോൾ ഈ ചിത്രത്തിൽ പറയുന്ന മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത് 3 സഹോദരങ്ങളെ പറ്റിയിട്ടാണ്. 3 സഹോദരങ്ങളും അവർ എല്ലാവരും കൂടെ ഒരുമിച്ച് അവരുടെ പാരമ്പര്യമായ അവരുടെ കുടുംബ വീട്ടിൽ വരുന്നതും അമ്മയുടെ മരണത്തിന് ശേഷം വരുന്നതും പിന്നെ അവിടുത്തെ ആ കാര്യങ്ങളൊക്കെയാണ് ഈ ചിത്രത്തിൽ പറയുന്നത്. ഈ മ്യൂസിക്കൊക്കെ കൊടുത്തേക്കുന്ന രാഹുൽ രാജാണ്. നല്ലൊരു മൂവിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലോട്ട് പോവാം. നാരായണീൻ്റെ മൂന്നാൺമക്കൾ എന്ന് പറയുന്ന ചിത്രത്തിൽ 2 കസിൻസിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നുള്ള ഒരു സ്റ്റോറി പറയുന്ന ഒരു രീതിയിലാണ് ചിത്രം പോകുന്നത്. ഈ 2 കസിൻസും അവർക്ക് 2 പേർക്കും ഈ ഫാമിലിയുടെ ഓരോ കൺസെപ്റ്റുകളോട് യോജിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ ഈ കഥ പറയുന്നത്. ഓക്കെ, അപ്പോൾ അവരുടെ ഒബ്സർവേഷൻസാണ് ഈ ചിത്രത്തിൻ്റെ നിരയിൽ നിൽക്കുന്നത്. അവരുടെ ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത് അവരുടെ കുടുംബത്തിലെ ആൾക്കാരുടെ സ്വഭാവം, പിന്നെ അവരൊക്കെ ഒരു വൃത്തികെട്ട രീതിയിലുള്ള സ്വഭാവത്തെ പറ്റിയിട്ടൊക്കെയാണ് ഈ ചിത്രത്തിൽ പറയുന്നത്. പിന്നെ മരണ ചടങ്ങുകളുടെ സമയത്ത് നടക്കുന്ന തർക്കങ്ങളും അതും ഇത് ചിത്രത്തിൽ പറയുന്നുണ്ട്. ഒരു ടിപ്പിക്കൽ ഡ്രാമ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഒരു നല്ല ചിത്രമാണ്. നമ്മുടെ റിയൽ ക്യാരക്ടേഴ്സ്, നാച്ചുറലായിട്ട് നമ്മുടെ റിയൽ ക്യാരക്ടേഴ്സൊക്കെ അങ്ങ് ഷോ ചെയ്യുന്ന ഒരു മൂവിയാണ് നാരായണീൻ്റെ 3 മക്കൾ. അതിൽ 3 മക്കൾ ആരൊക്കെയാണ്? ജോജു ജോർജ്, സുരാജ് വെഞ്ഞാറമൂട്, അലൻസിയ, വിശ്വനാഥൻ, സേതു, ഭാസ്കർ എന്ന് പറയുന്ന 3 സഹോദരങ്ങളാണുള്ളത്. വിശ്വനാഥനാണ് ഏറ്റവും മൂത്ത ആള്, ഭാസ്കറാണ് ഏറ്റവും ഇളയ ആള്. ഈ ഭാസ്കർ എന്ന് പറയുന്ന ആൾ ഒരു മുസ്ലിം ആളിനെയാണ്, ഒരു മുസ്ലിം വിമനെ, ഒരു മുസ്ലിം സ്ത്രീയാണ് കല്യാണം കഴിക്കുന്നത്. കല്യാണം കഴിച്ച് UK അങ്ങ് സെറ്റിൽഡ് ആവും. സേതു എന്ന് പറയുന്നത് നടുക്കത്തെ മിഡിൽ വൺ ആണ്. അയാൾ അൺമാരീഡാണ്. അതുപോലെ കുടുംബമായിട്ടൊരു ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് സേതു. ഈ ചിത്രത്തിൽ പറയുന്നതെന്ന് വെച്ചാൽ ഈ നാരായണിയുടെ വീട് അവർ മരിക്കുന്ന സമയത്ത്, നാരായണി എന്ന് പറയുന്നത് ഇവരുടെ അമ്മയാണ്, ഇവർ മരിക്കുന്ന സമയത്തുള്ള വീട്ടിലെ അവസ്ഥയാണ് ചിത്രത്തിൽ മെയിനായിട്ട് പറയുന്നത്. ഭാസ്കർ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് കല്യാണത്തിന് ശേഷം വരുന്നത് ഈ മരണത്തിനാണ്. അതും ഈ ചിത്രത്തിൽ വൺ ട്വിസ്റ്റ് ഉണ്ടാക്കുന്ന സംഭവമാണ്. ചില ചിത്രങ്ങൾ വളരെയധികം ട്രൂ ക്യാരക്ടേഴ്സ്, നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അതേപോലെ ചിത്രത്തിൽ കാണിക്കുന്നുണ്ട്. അതാണ് ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നത്. നാരായണീൻ്റെ 3 മക്കൾ എന്ന് പറയുന്നത് അങ്ങനെ ടൈപ്പ് ഒരു ചിത്രമാണ്. 2 കസിൻസ് തമ്മിലുള്ള അവരുടെ ആ ഒരു ഇൻറ്റിമസിയൊക്കെ ഈ ചിത്രത്തിൽ നന്നായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചില ചിത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ നടന്നതാണോ, ഇതൊക്കെ നടക്കുന്ന സംഭവങ്ങളാണോ എന്നൊക്കെ നമുക്ക് തോന്നും. ആ ഒരു ടൈപ്പ് സിനിമയാണ് നാരായണീൻ്റെ മൂന്നാൺമക്കൾ. ചിത്രത്തിൽ പോലും ചില ക്യാരക്ടേഴ്സ് തമ്മിൽ ഒരു കണക്ഷനും ഇല്ല. എന്ന് വെച്ചാൽ റിലേഷൻഷിപ്പ് ഉണ്ട്, പക്ഷെ അവർ തമ്മിലൊന്നും ഒരു കണക്ഷനും ഇല്ല. അതൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നടക്കുന്നതാണ്. നമ്മുടെ ചില സഹോദരങ്ങൾ തമ്മിലൊന്നും കണക്ഷനേ കാണത്തില്ല വിവാഹശേഷമൊന്നും. ആ ഒരു മെസ്സേജാണ് ഈ ചിത്രത്തിലും പറയുന്നത്. ഇവരിൽ 3 മക്കളും 3 തരത്തിലുള്ള സാഹോദര്യ ബന്ധം പുലർത്തുന്നവരാണെന്ന് ഈ ചിത്രത്തിൽ കാണിക്കുന്നുണ്ട്. സേതു എന്ന് പറയുന്ന ആൾക്ക് അത്ര നല്ല ചൈൽഡ്ഹുഡ് അല്ല കിട്ടിയിട്ടുള്ളത്. ഈ സേതു എന്ന് പറയുന്ന ആൾ 2 ബ്രദേഴ്സിനെയും, ഒരാൾ സേതുവിനെ നോക്കും. എന്നുവെച്ചാൽ പാരൻസിൻ്റെ ഒരു സ്നേഹം അവർക്കൊന്നും കിട്ടിയിട്ടില്ല. ഇതിലെ വിശ്വനാഥൻ എന്ന ക്യാരക്ടറാണ് ഏറ്റവും റിഗ്രസീവായിട്ടുള്ള ഒരു നെഗറ്റീവ് പോലെ നമുക്ക് തോന്നുന്നത്. ആ ക്യാരക്ടർ എന്ന് പറയുന്നത് മറ്റുള്ളവരോട് ചുമ്മാ വഴക്കൂടുക, ചെറിയ കാര്യത്തിനും മറ്റുള്ളവരോട് വഴക്കൂടുക, എന്നുവെച്ചാൽ വസ്തു തർക്കം, അതിനൊക്കെ അടികൂടിക്കൊണ്ട് നിൽക്കുന്ന ഒരു ടൈപ്പ് ക്യാരക്ടറാണ് വിശ്വനാഥൻ്റെത്. ഒരു ഹാർഷ് ഗായിയാണ് അയാൾ. തൻ്റെ അച്ഛനെ വളരെയധികം റെസ്പെക്റ്റ് ചെയ്തിരുന്ന ആളാണ്. അച്ഛൻ പോയ സാഹചര്യം എല്ലാം അദ്ദേഹത്തിന് അറിയാമെന്നുള്ളത് കൊണ്ടായിരിക്കും അദ്ദേഹം ഇത്രയും റൂഡായത്. പിന്നെ ആതിര, നിഖിൽ എന്ന് പറയുന്നതാണ് ഈ 2 കസിൻസ്. അവർ തമ്മിലുള്ള കെമിസ്ട്രി വളരെ വർക്കൗട്ട് ആയിട്ടുണ്ട് ഈ ചിത്രത്തിൽ. പിന്നെ ഇതിൽ ഏറ്റവും ഡിപ്രസ്ഡ് ആയിട്ട് നടക്കുന്നത് സേതുവാണ്. കാരണം വിവാഹം കഴിച്ചിട്ടില്ല. വിവാഹം കഴിക്കാതെ ആ ഷോപ്പ് നടത്തുന്നതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു എലോൺ എന്ന് വെച്ചാൽ ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ആളാണ് സേതു. ഭാസ്കർ കല്യാണം കഴിച്ചിരിക്കുന്നത് നഫീസ എന്ന് പറയുന്നൊരു മുസ്ലിം യുവതിയാണ്. അവർ തമ്മിൽ നല്ല കെമിസ്ട്രിയാണ്. നല്ല കാണാൻ അവരുടെ മൊമെൻറ്റ്സൊക്കെ കാണാൻ നല്ല
രസമുണ്ട്. പിന്നെ ഗർഗി ആനന്ദനാണ് ചിത്രത്തിൽ ആതിര എന്ന് പറയുന്ന ക്യാരക്ടർ അവതരിപ്പിച്ചിരിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഒരു ക്യാരക്ടറാണ്. ആ മൂവിയിലെ എല്ലാ ഡയലോഗ്സും ഭയങ്കര ഡയലോഗ് ഉള്ള ഒരാളൊന്നുമല്ല, പക്ഷെ ആ ചിത്രത്തിൽ നല്ലൊരു ക്യാരക്ടറാണ് എക്സ്പ്രഷനിലൂടെയും ആക്ഷൻസിലൂടെയൊക്കെ അവതരിപ്പിച്ചിരിക്കുന്നത്. നല്ലൊരു ആക്ടിങ് സ്കില്ല് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഗർഗിയാണ്. തോമസ് മാത്യു ആണ് നിഖിൽ ആയിട്ട് വരുന്നത്. 2 കസിൻസാണ്, ഇവർ രണ്ടുപേരുമാണ് കസിൻസായിട്ട് വരുന്നത്. ഇപ്പോൾ തോമസ് മാത്യു ആനന്ദത്തിൽ നമ്മൾ കണ്ടതിനെക്കാട്ടിലും അടിപൊളി ക്യാരക്ടറാണ് ഇതിൽ നമ്മൾ കാണുന്നത്. ആ ഒരു ചിത്രത്തിൽ നല്ല ഒരു പങ്ക് ഈ നിഖിലും ആതിരയും വഹിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ടൈറ്റിൽ ക്യാരക്ടേഴ്സായിട്ട് വരുന്നത് അലൻസിയർ ആണ് ചിത്രത്തിൻ്റെ ഏറ്റവും മൂത്ത ആളായിട്ട്, എന്ന് വെച്ചാൽ വിശ്വനാഥൻ എന്ന മകനായിട്ട് വരുന്നത്. ഇത്തിരി റൂഡായിട്ടുള്ള ക്യാരക്ടറാണ് അലൻസിയർ അവതരിപ്പിക്കുന്നത്. ആ ഒരു മൂഡ് സ്വിങ്സ്, അയാൾക്ക് പെട്ടെന്ന് മൂഡ് സ്വിങ്സ് വരും, പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് സ്നേഹം വരും, പെട്ടെന്ന് സങ്കടം വരും, അങ്ങനത്തെ ടൈപ്പ് ക്യാരക്ടറാണ്. അത് വളരെയധികം നന്നായിട്ട് തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ ജോജു ജോർജാണ് രണ്ടാമത്തെ മകനായിട്ട് വരുന്നത്. സേതു ഒരു കൂൾ മാൻ, വീട്ടിലെ ഏറ്റവും കൂളസ്റ്റ് മാനാണ് ജോജു ജോർജ്. കല്യാണമൊന്നും കഴിക്കാതെ സിംഗിളായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ക്യാരക്ടറാണ് സേതു ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. പിന്നെ സുരാജ് വെഞ്ഞാറമൂടാണ് ഏറ്റവും ഇളയ ആളായിട്ട് വരുന്നത്. ഭാസ്കർ എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്നത്. വളരെ നാച്ചുറലായിട്ട് നമുക്ക് തോന്നും. ക്യാരക്ടർ ഭയങ്കര NRI ആയിട്ടുള്ള ഒരാൾ, എന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് വേറെ ദേശത്ത് താമസിച്ചിട്ട് അമ്മയുടെ മരണത്തിന് മാത്രം വരുന്നൊരു മകനായിട്ടാണ് ഭാസ്കർ ഇതിൽ അവതരിപ്പിക്കുന്നത്. വളരെ നാച്ചുറലായിട്ട് നമുക്ക് തോന്നും. പിന്നെന്താണ്, സുരാജ് വെഞ്ഞാറമൂട് ആ ക്യാരക്ടർ വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഷെല്ലി കിഷോറാണ് ഭാസ്കറിൻ്റെ വൈഫായിട്ട് വന്നത്, നഫീസയായിട്ട് വന്നത്. അതും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ സജിതാ മഠത്തിലും ചില സീനിൽ അടിപൊളിയായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് ആ സീൻസൊക്കെ. പിന്നെ നാരായണൻ്റെ മൂന്നാൺമക്കളുടെ ഒരു ഐഡിയ, എൻഡിങ്ങിലൊരു ഐഡിയ പറയുന്നതെന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റിനെ പറ്റിയിട്ടല്ല, 3 മക്കളും അവരുടെ റിലേഷൻഷിപ്സും അവരെങ്ങനെയാണ് സഹോദരി ബന്ധം കൊണ്ടുപോകുന്നതെന്നും ഐക്യത്തോടെയാണോ അല്ലയോ എന്നൊക്കെയാണ് ഈ ചിത്രത്തിൽ പറയുന്നത്. സേതുവിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഇതെന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ്, ലോൺലിയാണ്. ഫാമിലിയെ കൊണ്ടുപോകണമെങ്കിൽ ഒറ്റയ്ക്ക് ജീവിച്ചാലേ പറ്റൂ എന്നുള്ള ഒരു റെസ്പോൺസാണ് സേതു പറയുന്നത്. കാരണം അദ്ദേഹം വേറെ കല്യാണമൊന്നും കഴിക്കാതെ കടയൊക്കെ നോക്കി അങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി അമ്മയൊക്കെ നോക്കിയത് സേതുവാണ്. അപ്പം സേതു ഒറ്റയ്ക്കാണല്ലോ, അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ പറ്റിയത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് കൺക്ലൂഷനിൽ. പിന്നെന്താണ്, പക്ഷെ എന്നാലും അദ്ദേഹത്തെ ഒരു മണ്ടനും കോമാളിയുമാക്കിയാണ് ബാക്കി 2 സഹോദരങ്ങൾ കാണുന്നത്, കാരണം കല്യാണമൊന്നും കഴിക്കാത്തത് കൊണ്ട്. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഭയങ്കര റിയൽ ക്യാരക്ടേഴ്സാണ്. അവർക്ക് ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ട്, അതെല്ലാം തരണം ചെയ്ത കുറേ ക്യാരക്ടേഴ്സിനെയാണ് നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ എനിക്ക് ഈ സിനിമ നല്ല ഇഷ്ടപ്പെട്ടു. കാരണം ഈ ഇടയ്ക്ക് ഇറങ്ങിയതിൽ കുറച്ച് നാച്ചുറലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന മൂവിയാണ്. അത്ര ഭയങ്കര വിജയം കണ്ടില്ലെങ്കിലും മനുഷ്യൻ്റെ മനസ്സിൽ ഒരു ഇടം പിടിക്കാൻ പറ്റുന്ന ഒരു ചിത്രം തന്നെയാണ് നാരായണൻ്റെ 3 ആൺമക്കൾ. അപ്പോൾ മസ്റ്റ് വാച്ച് എന്ന് ഞാൻ പറയില്ല, നിങ്ങൾക്ക് താല്പര്യമാണ് ഈ ജനറലുള്ള മൂവീസ് ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ. ഒരു ഫീൽ ഗുഡ് മൂവിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ ഭയങ്കരപ്പെട്ട സംഭവങ്ങളൊന്നുമില്ല, നാച്ചുറലായിട്ട് നമ്മുടെ ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത് ഈ ചിത്രത്തിൽ. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവരൊക്കെ കണ്ടു നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇത് തന്നെയാണോ നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിലും ആണെങ്കിലും. അപ്പോൾ ഇതുപോലെ അടുത്ത വേറൊരു മൂവിയുടെ എക്സ്പ്ലനേഷനുമായിട്ട് ഞാൻ വരാം. അപ്പോൾ ബൈ ഗായ്സ്.